നമസ്തേ, ഞാൻ ശിവൻ, പാല ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൽ നിന്നും. നീറ്റ് 2024 ഓൾ ഇന്ത്യ റാങ്കിനനുസരിച്ച് ഓൾ ഇന്ത്യ കോട്ട mcc.nic.in എന്ന വെബ്സൈറ്റ് വഴിയുള്ള ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റിൽ MBBSൻ്റെയും BDSൻ്റെയും ഒഴിവുള്ള സീറ്റുകളിലേക്ക് ഒരു സ്പെഷ്യൽ സ്ട്രേ വേക്കൻസി നടത്തുന്നു. അതോടൊപ്പം തന്നെ വിവിധ സ്റ്റേറ്റുകളിൽ ഒഴിവുള്ള MBBSൻ്റെയും BDSൻ്റെയും സീറ്റുകൾ ഫില്ല് ചെയ്യുവാൻ അതാത് സ്റ്റേറ്റ് അതോറിറ്റീസും അലോട്ട്മെൻറ്റുകൾ നടത്തുന്നു. അതായത് നീറ്റ് 2024 മാർക്ക് അനുസരിച്ച് കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് അനുസരിച്ച് കേരളത്തിൽ ഒഴിവുള്ള MBBSും BDSും ഒരു സ്പെഷ്യൽ സ്ട്രേയിലൂടെ അലോട്ട്മെൻറ്റ് നടത്തുന്നു. ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റിനെ കുറിച്ചും സ്റ്റേറ്റ് അലോട്ട്മെൻറ്റിനെ കുറിച്ചുമുള്ള വിശദമായ വിവരങ്ങൾ നവംബർ 20 ലഭ്യമാകും. ഏതൊക്കെ കോളേജുകളിൽ ഏതൊക്കെ സീറ്റുകളാണ് ഒഴിവുള്ളതെന്നുള്ളത് സംബന്ധിച്ചുള്ള വിശദമായ ഡീറ്റെയിൽസ്, അതോടൊപ്പം തന്നെ സ്പെഷ്യൽ സ്ട്രൈക്ക് അടക്കേണ്ട ഫീസുകളെക്കുറിച്ചൊക്കെയുള്ള നോട്ടിഫിക്കേഷൻസ് 20 പബ്ലിഷ് ചെയ്യും. ഇപ്പോൾ നമുക്ക് ഷെഡ്യൂളാണ് ലഭ്യമായിരിക്കുന്നത്. ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റിൻ്റെ ഷെഡ്യൂൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. mcc.nic.in എന്ന വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് നമുക്കറിയാം 4 ഓൺലൈൻ റൗണ്ടുകളാണ് നടന്നിരുന്നത്. ആ 4 റൗണ്ടുകളിൽ ഏതെങ്കിലും റൗണ്ടുകളിൽ രജിസ്റ്റർ ചെയ്യുകയും നിലവിൽ ഒരു അലോട്ട്മെൻറ്റും കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് സ്റ്റേറ്റ് കോട്ട വഴിയാണെങ്കിലും ഓൾ ഇന്ത്യ വഴിയാണെങ്കിലും ഒരു അലോട്ട്മെൻറ്റും ലഭ്യമാക്കാത്ത വിദ്യാർത്ഥികൾക്ക് രജിസ്റ്റർ ചെയ്യുകയും ചെയ്യണം. ഒരു അലോട്ട്മെൻറ്റ് ലഭ്യമാകാത്തവർക്ക് അല്ലെങ്കിൽ അഡ്മിഷൻ ലഭ്യമാകാത്തവർക്ക് അലോട്ട്മെൻറ്റ് ലാസ്റ്റ് സ്ട്രേ വേക്കൻസിയിൽ മാത്രമല്ലേ ഉള്ളൂ അലോട്ട്മെൻറ്റ് കിട്ടിയവരെ ഒഴിവാക്കുന്നുള്ളൂ. അഡ്മിഷൻ കിട്ടിയവരെ എല്ലാം ഒഴിവാക്കും, സ്റ്റേറ്റിലാണെങ്കിലും ഓൾ ഇന്ത്യയിലാണെങ്കിലും. അങ്ങനെ ആദ്യത്തെ 4 റൗണ്ടുകളിൽ രജിസ്റ്റർ ചെയ്യുകയും അഡ്മിഷൻ ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് 20-21 തീയതികളിൽ നവംബർ 20-21 തീയതികളിൽ ഈ സ്പെഷ്യൽ സ്ട്രേ വേക്കൻസിക്കായിട്ടുള്ള ഫീസ് അത് 25,000 ആയിരിക്കാം, അല്ലെങ്കിൽ 50,000 ആയിരിക്കാം. 25,000 ആകാനാണ് സാധ്യത. ആ എമൗണ്ട് അടയ്ക്കാനുള്ള പ്രൊവിഷനാണ് ഉണ്ടാവുക. അങ്ങനെ പേയ്മെൻറ്റ് അടയ്ക്കുന്ന വിദ്യാർത്ഥികൾക്ക് 20, 21, 22 തീയതികളിൽ ഒഴിവുള്ള വേക്കൻസികൾ ലിസ്റ്റ് ചെയ്യും. അത് ഏതൊക്കെ കാറ്റഗറിക്ക് അനുസരിച്ചാണെന്നുള്ളതൊക്കെ ലിസ്റ്റ് ചെയ്യും. അതിനനുസരിച്ച് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഓപ്ഷനുകൾ കൊടുക്കാം. 4ാമത്തെ സ്ട്രേ വേക്കൻസി നമ്മൾ ഓപ്ഷൻ കൊടുത്തിരുന്നു. ആ ഓപ്ഷനുകൾ ഒന്നും നിലനിൽക്കുകയില്ല. പുതിയതായിട്ട് ചോയ്സുകൾ ഫില്ല് ചെയ്യണം. അതനുസരിച്ച് 23 തീയതി സീറ്റ് അലോക്കേറ്റ് ചെയ്യും. അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ 25 മുതൽ 30 വരെയുള്ള ദിവസങ്ങളിൽ അതാത് കോളേജുകളിൽ ചെന്ന് നേരിട്ട് അഡ്മിഷനുകൾ പൂർത്തിയാക്കേണ്ടതാണ്. ഈ ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റ് വന്ന വിദ്യാർത്ഥികളെ ഒഴിവാക്കിക്കൊണ്ടായിരിക്കും സ്റ്റേറ്റ് കൗൺസിലിംഗ് നടക്കുക. അപ്പോൾ സ്റ്റേറ്റിൽ ഒഴിവുള്ള വേക്കൻസികൾ നമുക്കറിയാൻ സാധിക്കും. അപ്പം ഈ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുകയും ഇതിനകത്ത് അലോട്ടഡ് ആവുകയും ചെയ്യുമെങ്കിൽ അവരെ സ്റ്റേറ്റ് കൗൺസിലിങ്ങിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്യും. സ്റ്റേറ്റ് കൗൺസിലിങ്ങിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. നവംബർ 25 തീയതി ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റിൽ അലോട്ടഡ് അവരുടെ ലിസ്റ്റ് അതാത് സ്റ്റേറ്റ് അതോറിറ്റിക്ക് നൽകുകയും അവരെ ഒഴിവാക്കിക്കൊണ്ട് കേരള സ്റ്റേറ്റ് അലോട്ട്മെൻറ്റ് ce.kerala.gov.in ഒഴിവുള്ള സീറ്റുകളിലേക്ക് 25 മുതൽ ഓപ്ഷൻ ക്ഷണിക്കുകയും അലോട്ട്മെൻറ്റ് നടത്തുകയും അവർക്ക് ഡിസംബർ 5 തീയതി വരെ കോളേജുകളിൽ ജോയിൻ ചെയ്യാനുള്ള അവസരവും ഉണ്ടായിരിക്കും. നിലവിലെ 2024-25 അധ്യയന വർഷത്തിൽ വിവിധ കോളേജുകളിൽ ഒഴിവുള്ള MBBSൻ്റെയും BDSൻ്റെയും സീറ്റുകൾ അത് ഗവൺമെൻറ് മേഖലയിലുണ്ട്, സ്വകാര്യ മേഖലയിലുണ്ട്, ഡീംഡ് മേഖലയിലുണ്ട്. ആ സീറ്റുകളായിരിക്കും ഈ അലോട്ട്മെൻറ്റ് വഴി ഫില്ല് ചെയ്യുന്നത്. ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റിൽ ഒഴിവുള്ള BSc നേഴ്സിംഗിൻ്റെ ചില സീറ്റുകളും ഈ അലോട്ട്മെൻറ്റിൽ ഫില്ല് ചെയ്യും. അപ്പോൾ ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റിൽ രജിസ്റ്റർ ചെയ്യുകയും ഇതുവരെയും അലോട്ട്മെൻ്റ് ഒന്നും ലഭ്യമാകാത്തവർ mcc.nic.in എന്ന വെബ്സൈറ്റിൽ 20 തീയതി വേക്കൻസികൾ നോക്കുകയും പേയ്മെൻറ്റ് അടയ്ക്കുകയും ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യുകയൊക്കെ ചെയ്യുക. അവിടെയും അലോട്ട്മെൻറ്റ് ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ce.kerala.gov.in എന്ന വെബ്സൈറ്റിൽ കേരള മെഡിക്കൽ അനുസരിച്ച് 25 തീയതി ce.kerala.gov.in എന്ന വെബ്സൈറ്റ് നോക്കുകയും ഒഴിവുള്ള MBBSൻ്റെയും BDSൻ്റെയും സീറ്റുകളിലേക്ക് പുതിയതായി ഓപ്ഷനുകൾ രജിസ്റ്റർ ചെയ്യുകയും ചെയ്യുക. MBBSൻ്റെയും BDSൻ്റെയും ഈ വർഷത്തെ എല്ലാവിധ അലോട്ട്മെൻറ്റുകളും ഇതോടുകൂടി അവസാനിക്കുകയും ഇനി 2025 വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങുകയും ചെയ്യണം. അപ്പോൾ 2024 റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ച വിദ്യാർത്ഥികൾക്കുള്ള അവസാന അവസരമാണ് ഈ സ്പെഷ്യൽ സ്ട്രേ വേക്കൻസി. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.